കോലഞ്ചേരിയിൽ കുറേ കൊട്ടേഷൻകാർ രാവിലെ തന്നെ ഇപ്പം ഒന്നാമത്തെ ഈ പിണറായിയുടെ ഭരണം വന്നേ പിന്നെ ഒരു മനുഷ്യനും പണിയില്ല. എല്ലാവരും ഈ ഡി കമ്പനിയുടെ കൊട്ടേഷനായിട്ട് കിടക്കുന്നത്. ഒരു മനുഷ്യനും പണിയില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരു മനുഷ്യനും പണിയില്ല. അതിൻ്റെ പേരിനത് KL7B7251 ഓട്ടോറിക്ഷ പുണ്യാളൻ. ഇവനൊന്നും ഒരു പണിയില്ല. ഉമ്മ നടക്കുക ഇങ്ങനെ കൊട്ടേഷനായിട്ട്, ഡി കമ്പനിയുടെ കൊട്ടേഷനായിട്ട് ഇങ്ങനെ. അവിടെ ഒരുത്തൻ വേറെ ഉണ്ട്. ഈ പിണറായി മുഖ്യമന്ത്രി ആയിട്ട് ഒരു മനുഷ്യനും ഒരു പണിയില്ല. കേരളത്തിൽ ഒരു മനുഷ്യനും പണിയില്ല. എല്ലാവരും കൊട്ടേഷൻ. ഇന്നലെ ആരാണ് ഇവിടെ മണ്ണ് മുഴുവൻ റോട്ടിട്ടിട്ട് ആരെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്ത് ഇപ്പോൾ വല്ല പോലീസെല്ലാം ഇടപെട്ടിട്ടായിരിക്കും ഇപ്പോൾ ക്ലീൻ ചെയ്യണത്. രാത്രി മുഴുവൻ റോട്ടിൽ മണ്ണ്. അപ്പോൾ മണ്ണടിക്കുന്ന റോട്ടിലേക്കിടെയാണ്. മണ്ണ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് അടിക്കാൻ നേരത്തെ ഫുള്ളി കവേർഡായി. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ളി കവേർഡായി. മറ്റേ ഒരു തുള്ളി പോലും പുറത്ത് വീഴില്ലാത്ത രീതിയിൽ അടപ്പോട് കൂടിയ വണ്ടികളിലാണ് മണ്ണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് ഇന്ത്യയിൽ നിയമം മാറ്റാൻ പാടില്ലേ? ഈ റോഡ് മുഴുവൻ ഡാമേജ് ചെയ്യാനായിട്ട് ഈ മണ്ണുള്ള ലോറികളിൽ ഫുൾ അടപ്പുള്ളത്, അതായത് മേളിൽ നിന്ന് അടയ്ക്കാവുന്ന രീതിയിൽ ഫുൾ അടപ്പുള്ള വണ്ടികളിൽ മണ്ണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പാർലമെൻറ്റ് നിയമം പാസ്സാക്കാൻ പറ്റില്ല ഇവർക്ക്. ഈ കോടിക്കണക്കിന് രൂപയ്ക്ക് റോഡ് പണിതിട്ടിട്ട് അത് മുഴുവൻ നശിപ്പിക്കാനായിട്ട് കുറേ ഈ റോ മെറ്റീരിയൽസ് മുഴുവൻ റോട്ടിൽ കൂടെ ചടിച്ചിട്ടുണ്ട്. ഇവരൊക്കെ പിന്നെ എന്തിനാ അവിടെ കുറേ എണ്ണങ്ങൾ നിയമനിർമ്മാണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കണേ? ഫുള്ളി കവേർഡായിട്ട് ഒരു മില്ലിഗ്രാം മണ്ണ് പോലും റോഡിലേക്ക് വീഴില്ലാത്ത രീതിയിലുള്ള വണ്ടികൾ മാത്രം മണ്ണ് ട്രാൻസ്പോർട്ട് ചെയ്യാതെ അനുവദിച്ചാൽ മതി. അല്ലെങ്കിൽ എല്ലാ വണ്ടികളും ലോറി മണ്ണ് ട്രാൻസ്പോർട്ട് ചെയ്യണതിന് അതിൻ്റെ ആവശ്യമില്ല. അതിന് പ്രത്യേക ഡിസൈൻ ചെയ്ത വണ്ടികൾ മാത്രം മണ്ണ് ട്രാൻസ്പോർട്ട് ചെയ്താൽ മതി. ഫുള്ളി കവേർഡായിട്ടുള്ള, അതായത് 4 സൈഡ് മാത്രമല്ല മേൽവശവും കവർ ചെയ്തേക്കണ ഇതുള്ള വണ്ടികൾ മതി മറ്റേ മണ്ണ് കവർ ചെയ്യാവുന്ന രീതിയിൽ. അത് ഓട്ടോമാറ്റിക്കായിട്ട് 2 സൈഡിലേക്ക് മാറാവുന്ന ടൈപ്പ്. മണ്ണിട്ട് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് വന്ന് അടയാവുന്ന ടൈപ്പ്. അപ്പോൾ പിന്നെ ആർക്കും റോട്ടിലേക്ക് ഉപദ്രവം ഉണ്ടാവില്ല. ഈ കണ്ട പാറക്കഷ്ണവും ഇതൊക്കെ റോട്ടിലേക്ക് വീഴിച്ചുകൊണ്ട് കൊടുക്കും ഓരോ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴേ. ഇതൊക്കെ ലോകത്ത് വേറെ ഏതെങ്കിലും രാജ്യത്ത് ഇത് നടക്കുമോ? ഒന്നാമത്തെ കേരളത്തിൽ ഒരു മനുഷ്യന് പണിയില്ല. ഇപ്പോൾ കോലഞ്ചേരി തന്നെ ഒരു 50% ആളുകളും കൊട്ടേഷൻ പരിപാടി, ഡി കമ്പനിയുടെ കൊട്ടേഷൻ പണി കൊണ്ടാണ് ജീവിക്കണേ. വൈകുന്നേരം ആകുമ്പോൾ കള്ളും കിട്ടും. അത് കഴിയുമ്പോഴേക്ക് ഇതുപോലെ ലിവറും പോയി വല്ല ആശുപത്രിയിലും പോയി കിടക്കാം. മറ്റേ കള്ളും കഞ്ചാവും പെണ്ണും കിട്ടിക്കഴിഞ്ഞ് അവസാനം ഇത് അവസാനിപ്പിക്കുന്ന വല്ല ആശുപത്രിയിലായിരിക്കും. കോലഞ്ചേരിയിലുള്ള മിക്കവാറും ചെറുപ്പക്കാർ മുഴുവൻ ഇപ്പോൾ കൊട്ടേഷനാണ്. ഡി കമ്പനിക്ക് വേണ്ടിയുള്ള കൊട്ടേഷനാണ്. കാരണം ഒറ്റത്തിനും പണിയില്ല. എൻ്റെ ആ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന കുറേ ആണുങ്ങൾ UK എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി ഡി കമ്പനിക്കാരൻ. ഞങ്ങൾക്ക് വേണ്ടി ഇത്ര പണികൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെ UK കൊണ്ടുപോകാം. ഭാര്യയ്ക്ക് നഴ്സുമാരുണ്ടെങ്കിൽ അവരെ UK കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അങ്ങനെ കുറേ എണ്ണത്തിന് UK കൊണ്ടുപോയി. 90കളിൽ കുറേ കൊട്ടേഷൻ വർക്ക് ചെയ്തവന്മാർക്ക് UK പോയി. അത് കണ്ടുകൊണ്ട് ഇപ്പോഴും കുറേ ആളുകൾ ഇങ്ങനെ കൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഒരെണ്ണത്തിന് പണിയില്ലെന്ന് ഇവിടെ ഗവൺമെൻറ്. അത് ഒരു മനുഷ്യനും പണിയില്ല. എല്ലാവരെയും കൊട്ടേഷൻ വർക്ക്.